അടുത്തതായി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. വീണ്ടും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അലമീൻ തയ്യാറാണ്. അലമീൻ, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? നമ്മൾ 9:45 കൂടി നെടുമങ്ങാട് നഗരസഭയ്ക്ക് മുന്നിലെത്തിയതാണ്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. പൂർണ്ണമായും ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അകത്ത് കയറി തന്നെ പരിശോധിക്കാം. ഏതാണ്ട് 45ഓളം ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പല വിഭാഗങ്ങളിലായിട്ട് 2-3 നിലകളിലായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. റവന്യൂ വിഭാഗം താഴെ പ്രവർത്തിക്കുന്നു, മുകളിൽ എഞ്ചിനീയറിംഗ് വിഭാഗം, അങ്ങനെ പല നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റവന്യൂ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഭരണസമിതിയിലെ ആൾക്കാരൊക്കെ നേരത്തെ എത്തുകയും ചെയ്തിരുന്നു. ചില ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പലരും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആളുകളൊക്കെ ഇവിടേക്ക് വന്ന് സേവനത്തിനായി വന്ന് കാത്തിരിക്കുന്ന കാഴ്ച കൂടി കാണാം. എന്ന് മാത്രമല്ല, ഈ 10 മണിക്കൊന്നും ഇവിടെ ആളുകളില്ലായിരുന്നു. സാധാരണ ഈ സേവനത്തിനായി വരുന്ന ആളുകളുടെ ഒരു സാന്നിധ്യം 10 മണിക്കൊക്കെ കുറവായിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് വന്നാൽ ഉദ്യോഗസ്ഥർ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ കസേരകളിലൊക്കെ ഉദ്യോഗസ്ഥരുണ്ട്, ഓഫീസർമാർ. ചില കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റു സേവനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ പലരും മറ്റു സേവനത്തിനായി വന്ന ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള നീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ റൂമിലാണ്. അദ്ദേഹം നേരത്തെ 9:45 തന്നെ അദ്ദേഹം എത്തിയെന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതാണ്ട് കസേരകളൊക്കെ തന്നെ വർക്കിംഗ് ആണ്. ആളുകളൊക്കെ തന്നെ ജീവനക്കാരൊക്കെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ ജോലിയിൽ മുഴുകിയിരിക്കുന്ന കാഴ്ചയാണ് നെടുമങ്ങാട് നഗരസഭയിൽ കാണാൻ. എല്ലാ കസേരയിലും ഇരിക്കേണ്ടവർ തന്നെ ഉണ്ടോ എന്നൊന്ന് നോക്കൂ. സുജയ, 2-3 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. റവന്യൂ സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. അതിന് മുകളിലും മറ്റു ഓഫീസുകളുണ്ട്. ഈ റവന്യൂ സെക്ഷനിലുള്ള കസേരകളിലൊക്കെ തന്നെ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ട് എന്ന് മാത്രമല്ല, സേവനദാതാക്കളൊക്കെ വരികയും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. സെക്രട്ടറിയുടെ ഒരു പ്രതികരണം നമുക്ക് ശ്രമിച്ചു നോക്കാം. അദ്ദേഹം സംസാരിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. സെക്രട്ടറിയുടെ റൂമിലേക്കൊന്ന് പോയാൽ സാറൊന്ന്. സെക്രട്ടറി ഇവിടെയുണ്ട്. അദ്ദേഹം രാവിലെ നമ്മൾ വരുമ്പോൾ തന്നെ 10 മണിക്ക് മുമ്പ് തന്നെ സെക്രട്ടറി ഇവിടെ സന്നിഹിതനാണ്. സാർ, നമ്മുടെ ഓഫീസിൽ എത്ര പേരാണുള്ളത്? ഇപ്പോൾ എത്ര പേര് എത്തിയിട്ടുണ്ട്? നമ്മുടെ ഓഫീസിൽ 46 പേരുണ്ട്. ഓഫീസിൽ ജനറൽ സ്റ്റാഫ് 46 പേരും, എഞ്ചിനീയറിംഗിൽ 5 പേരും, അങ്ങനെ 51 പേരും, 22 ഡെയിലി വേജ് സ്റ്റാഫും ഉണ്ട്. 6 പേര് ലീവാണ്. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരാൾ എഞ്ചിനീയറിംഗിൽ, ഒരാൾ നമ്മളൊരു സ്കൂളിൻ്റെ TS ആയിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് CE ഓഫീസിലാണ്. എല്ലാ ദിവസവും ഈ സമയത്ത് വരാറുണ്ടോ? എത്താറുണ്ട്. എല്ലാവരും കൃത്യം 10-10:15 ഞാൻ അറ്റൻഡൻസ് എടുക്കാറുണ്ട്. അതിനുശേഷം വരുന്നവർക്ക് ലേറ്റ് പെർമിഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ ഹാഫ് ഡേ ലീവ് ആയിരിക്കും. പഞ്ചിങ് ആണോ? ഉണ്ട്, പഞ്ചിങ്ങും ഉണ്ട്, ബുക്കും ഉണ്ട്. പഞ്ചിങ്ങും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രജിസ്റ്ററിലും കൊടുക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇത് K-സ്മാർട്ടാണ്. K-സ്മാർട്ടിലെ ഉദ്യോഗസ്ഥരെത്തിയ ആദ്യം തന്നെ ലോഗിൻ ചെയ്ത ഉടൻ തന്നെ അവർ ക്യാഷ് ഡിക്ലറേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും എത്തുന്ന സമയം ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എപ്പോഴും ആൾറെഡി ഓക്കെയാണ്. റൂട്ടീൻ ഇത് തന്നെയാണ്. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ആണ്. ഓഫീസിൽ ജീവനക്കാർ വളരെ ഇതാണ്. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ജീവനക്കാർ അഥവാ സാധാരണ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനുവരി മുതൽ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി വരെയൊക്കെ ജീവനക്കാരന് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ഫീൽഡിലേക്കുള്ള ഡിപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായി നിയോഗിക്കുന്നത്, അതൊക്കെ വീട്ടിൽ നിന്ന് നേരെ ഫീൽഡിലേക്കാണോ? അതാണ് ഇപ്പോൾ പലയിടങ്ങളിലൂടെയും പരിശോധിച്ച് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയം. അതായത് ഓഫീസിൽ വരേണ്ട സമയത്ത് ഓഫീസിൽ വരിക. 10 മണിയാണ് കൃത്യമായി ഓഫീസിൽ എത്തേണ്ട സമയം. അത് ഒരു ഗ്രേസ് ടൈമായി 10:15 എന്നാക്കിയിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. TV പ്രസാദ്, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. കൃത്യം 1 മണിക്കൂർ മുൻപാണ് നമ്മൾ സംസാരിച്ചത്. 1 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോൾ കോർപ്പറേഷനുള്ളിൽ നമ്മൾ എല്ലായിടത്തും വാർത്താ സംഘം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരും റിപ്പോർട്ടർ കാണുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ അടിച്ചു കയറി വന്നിട്ടുണ്ടോ കോർപ്പറേഷനുള്ളിലേക്ക്? സുജയ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ജൂൺ 1 മുതലാണ് സുജയ പഞ്ചിങ് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് നഗരസഭാ സെക്രട്ടറി ജഹാംഗീറിനോട് നമ്മൾ സംസാരിച്ചു. പഞ്ചിങ് നടപ്പാക്കിയതിന് ശേഷം ഏതാണ്ട് കൃത്യമായ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ മറ്റിടങ്ങളിൽ പറഞ്ഞതുപോലെ ഫീൽഡിന് പോകുന്നു എന്ന് പറയുന്ന ആ ഒരു രീതി ഇവിടെയുമുണ്ട്. ആ ഫീൽഡിന് പോകുന്ന ക്രമീകരണത്തെക്കുറിച്ച് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടി വരും. നിലവിൽ ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് ഇടപെടേണ്ടി വരുന്നത് ഇവിടെ ജനസേവന കേന്ദ്രത്തിലാണ്. ജനസേവന കേന്ദ്രത്തിൽ നമ്മൾ രാവിലെ ഇവിടെ 9:45 എത്തുന്ന സമയത്ത് തന്നെ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അകത്തെ സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. താഴത്തെ സീറ്റുകളിലുള്ള പല ആളുകളും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെയാണ് ഉള്ളത്. പകുതി പേർ മാത്രമേ ഇവിടെ ഉള്ളൂ യഥാർത്ഥത്തിൽ. രണ്ടാമത്തെ നിലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 6-7 സീറ്റുകൾ വെച്ച്, കസേരകൾ വെച്ച് ഓരോന്നായിട്ട്
ഓരോ സെക്ഷനുകളിലായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നുമുണ്ട്. ഇപ്പോഴും പലരും ഫീൽഡ് സ്റ്റാഫിലാണെന്ന് വിശദീകരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൃത്യം അറ്റൻഡൻസ് തിരിച്ച് പറഞ്ഞു തരാം എന്നാണ് സെക്രട്ടറി വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിയതറിഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് അവിടെ ഫീൽഡ് സ്റ്റാഫിന് പോയ സ്ഥലത്തെ വീഡിയോ ആണ് നിങ്ങൾ എടുത്തത് എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വീഡിയോ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയർ ക്യാമറയിൽ സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായാലും മൊത്തത്തിൽ നമ്മളിവിടെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ജീവനക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു വരവ് വരേണ്ടി വരും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും. നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു വരവ് കൂടി വരേണ്ടി വരും, അല്ലേ പ്രസാദ്? ഉറപ്പായിട്ടും സുജിയ, ഇത് ഒരു വലിയ ഒരു ഉഗ്രൻ തുടക്കം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരെ നമ്മളെ വിളിക്കുന്നുണ്ട്, ഇവിടെ പരിചയമുള്ളവർ നമ്മളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് ഇത്. നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്ക് സമയത്തിന് വന്ന് അവരുടെ ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഒരു പേടി ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായി കൃത്യസമയത്ത് സീറ്റിലെത്തും എന്നുള്ളത് തന്നെയാണ്. ഇത് നമുക്ക് തുടരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നേരത്തെ വിളവുറുക്കൽ നമ്മൾ കണ്ടതുപോലെ ഒരുപാട് ഇത്തരം സംഭവങ്ങളുണ്ട്. നമ്മുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് ഇടപെടാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചിങ്ങിനെ തുടർന്ന് കുറച്ച് നന്നായി വരുന്നുണ്ട്. മിക്ക സർക്കാർ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നെങ്കിലും ഒറ്റപ്പെട്ട ചിലതുണ്ട്. അതിനെ നമുക്ക് കണ്ടെത്തേണ്ടതായും വരും. സുജയ, ഉറപ്പായിട്ടും. പ്രസാദ്, സംസ്ഥാനത്തെ മുഴുവൻ അവസ്ഥയാണ്. പലയിടങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധികൾ തത്സമയം എത്തുമ്പോൾ ചിലയിടങ്ങളിൽ നല്ല മാതൃകകളുണ്ട്. അയ്യവന പഞ്ചായത്തിൽ നല്ലൊരു മാതൃക നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നല്ല മാതൃകകളുള്ള സ്ഥലങ്ങളുണ്ട്. അതേസമയം തന്നെ 11:30 വന്ന് 3:30 പോകുന്നവരുണ്ട്, രാവിലെ വന്ന് ഉച്ചയ്ക്ക് പോകുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് നേരെ ഫീൽഡിലേക്ക് പോകുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സംവിധാനം എങ്ങനെയാണ്? ഈ ഫീൽഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് തലേ ദിവസമേ എഴുതിയിട്ടിട്ട് വീട്ടിൽ നിന്ന് നേരെ അവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? രേഖയിൽ മാത്രം മതിയോ ഈ ഫീൽഡ്? യഥാർത്ഥത്തിൽ ഈ ഫീൽഡ് വർക്കൊക്കെ ശരിക്കും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള നിരീക്ഷണ സംവിധാനം എന്തെങ്കിലും ഈ കോർപ്പറേഷനോ പഞ്ചായത്ത് ഓഫീസുകൾക്കോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ സർക്കാരിനുണ്ടോ പ്രസാദ്? സുജിയ, ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇതൊരു സംഘടനയുടെ പവറിലാണ് മിക്ക ഓഫീസിൻ്റെയും കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ NGO യൂണിയനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇടത് ഭരണാനുകൂല സംഘടനകൾ അവരുടെ നേതൃത്വത്തിലാണ് മിക്കവാറും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും നടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഫീൽഡ് വർക്ക് എന്നുള്ളത് പലപ്പോഴും പറയുന്നത് അവരുടെ സൗകര്യത്തിന് വേണ്ടി പലയിടങ്ങളിലേക്ക് മൂവ് ചെയ്യാനുള്ളത് തന്നെയാണ്. നമ്മളൊരു കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ സംഘടനാ പ്രവർത്തകർ, ഉദാഹരണമായി ഒരു NGO യൂണിയന്റെ പ്രവർത്തകനാണെങ്കിൽ ഒരു ദിവസം ഒരു NGO യൂണിയന്റെ ബ്രാഞ്ചിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്ക്വാഡെങ്കിലും വിവിധ ഓഫീസുകൾ കയറിയിറങ്ങി അവരുടെ ക്യാമ്പയിൻ പ്രവർത്തനവും അവരുടെ ഫണ്ട് പ്രവർത്തനവുമായി മുമ്പോട്ട് പോകും. അവരും അന്ന് ഡ്യൂട്ടിയിൽ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അവരുടെ ജോലി ക്രമീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഒരുപാട് ഇടപെടലുകൾ ഇനിയും സർക്കാരിൻ്റെതായിട്ട് വരാനുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ പഞ്ചിങ് സംവിധാനം നടപ്പാക്കാത്ത നിരവധി ഓഫീസുകൾ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. തോന്നും പോലെ വരുന്നു, തോന്നും പോലെ ഇറങ്ങിപ്പോകുന്നു. സെക്രട്ടേറിയറ്റിൽ തന്നെ പഞ്ചിങ് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മളെല്ലാവരും നിരന്തരം വാർത്ത ചെയ്യുന്നതാണ്, നിരന്തരം അറിയുന്നത് തന്നെയാണ്. അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് സംസ്ഥാന വ്യാപകമായി തന്നെ പരിശോധിക്കണം.